നമസ്കാരം. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയാൻ നഗരസഭ ആവശ്യപ്പെടുന്നുണ്ടോ? കൗൺസിലർ ഇപ്പോഴത്തെ ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഉയർന്ന ഒരു വാർത്താ വിവാദമാണിത്. സത്യത്തിൽ ശാസ്തമംഗലത്തുള്ളത് ഒരു കൗൺസിലർ ഓഫീസാണ്. ആ കൗൺസിലർ ഓഫീസിലാണ് എം.എൽ.എ. ഓഫീസായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ശാസ്തമംഗലം വാർഡിലെ മുൻ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ഈ കഴിഞ്ഞ 5 വർഷം താങ്കൾ ആ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നതാണ്. എന്താണ് സത്യത്തിൽ അതൊരു കൗൺസിലർ ഓഫീസാണ് അല്ലേ? എം.എൽ.എ. ഓഫീസായി മാറുന്നത് എങ്ങനെയാണ്? 2018 അന്ന് പ്രശാന്ത് മേയറായിരുന്ന അവസരത്തിലാണ് ആ ബിൽഡിംഗ്, അന്ന് ബിന്ദു ശ്രീഭാരതി കൗൺസിലർ, ആ ബിൽഡിങ്ങിൻ്റെ പുനർനിർമ്മാണം നടന്നത്. അപ്പോൾ അതുവരെ പുനർനിർമ്മാണത്തിന് ശേഷം എം.എൽ.എ. മേയറായിരുന്നു, ഇപ്പോഴത്തെ എം.എൽ.എ. അന്ന് മേയറായിരുന്നു ശ്രീമതി ബിന്ദു ശ്രീകുമാർ. ഇന്ന് എം.എൽ.എ. ഉപയോഗിക്കുന്ന റൂമിൽ കൗൺസിലർ ഓഫീസർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്നിപ്പം ഞാൻ 2020 ഏറ്റെടുത്ത ആ റൂം അക്ഷയ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അനുവദിച്ച റൂമാണ്. അതിൻ്റെ ബോർഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അക്ഷയ കേന്ദ്രത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2019 യാദൃച്ഛ്യമായിട്ട് ബൈ ഇലക്ഷനിൽ അന്നത്തെ മേയർ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ആകുകയും അദ്ദേഹം കൗൺസിലിൻ്റെ അനുമതിയോട് കൂടി എന്നാണ് മനസ്സിലാക്കാത്തത് 814 രൂപയ്ക്ക് എന്നാണ് അന്ന് എടുത്തതെന്നാണ് അന്ന് എടുത്തത് 814 രൂപയ്ക്ക് എന്തോ വാടക നൽകിക്കൊണ്ട് നഗരസഭ നൽകിക്കൊണ്ട് അദ്ദേഹം ആ റൂം അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് ഏകദേശം 300-350 സ്ക്വയർ ഫീറ്റ് വരും എന്നാണ് കണക്കാക്കുന്നത്. ആളെന്നാണ് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ 2020 ഞാൻ കൗൺസിലറായിട്ട് വന്നു. 2020 കൗൺസിലർ വന്നപ്പോൾ എനിക്ക് ഇതേ അന്തരീക്ഷം തന്നെയായിരുന്നു. ആ ചെറിയ മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു 80 സ്ക്വയർ ഫീറ്റോ 100 താഴെയൊക്കെ വരത്തുള്ളൂ ആ റൂമിൽ. നഗരസഭ തന്നെ എനിക്ക് അലമാരയും ഒപ്പം തന്നെ മറ്റു സൗകര്യങ്ങളും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ നൽകി. അങ്ങനെ വന്നപ്പോൾ അലമാരയും പ്രത്യേക സ്പെഷ്യൽ റാക്കൊക്കെ ഫയലൊക്കെ വയ്ക്കാൻ തന്ന അവസരത്തിൽ അവിടെ എൻ്റെ റൂമിനകത്ത് തന്നെ ഇത് വെച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ കസേരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇരിക്കാൻ സൗകര്യമില്ല, വരുന്ന ആൾക്കാർക്ക് കൗൺസിലറെ കാണാൻ വരുന്ന ആൾക്കാർ ഇരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ചെയ്തു ഈ അലമാരയും റാക്കൊക്കെ സ്ഥലമുള്ള ബാത്റൂമിനകത്തോട്ട് മാറ്റി വെച്ചു. കാരണം ആൾക്കാർക്ക് വരുന്നവർക്ക് ഇരിക്കണമല്ലോ. അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ പരിമിതി ഉൾക്കൊണ്ട് തന്നെ ഒരു 6 മാസത്തോളം ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ വെച്ച് പുള്ളിക്കാരി അവിടെ ദിവസം 2 മണിക്കൂർ ഇരിക്കും. ഞാൻ അവിടെ റൂമിൽ കയറാറില്ല, അതുപോലെ വാസ്തവത. കാരണം വേറെ ഒന്നുമില്ല, ഒന്ന് അസൗകര്യം ഒരു ഘടകം, അതങ്ങനെ ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അസൗകര്യമായി ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും അതൊരു വരുന്നവർക്കൊരു കാണുമ്പോൾ ആരെങ്കിലും യാദൃച്ഛ്യമായിട്ടൊന്ന് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കിട്ടാന്ന് പോയി ബാത്റൂമിൽ കയറുന്ന അവസരത്തിൽ കാണുമ്പോൾ കൗൺസിലർ ഓഫീസിനകത്ത് ആ ബാത്റൂമിൻ്റെ അലമാരയും ഫയലും ഒക്കെ കാണുമ്പോൾ അത് ഏതെങ്കിലും കാരണവശാൽ അവരൊരു വീഡിയോ എടുത്തുവല്ലോ അല്ലെങ്കിൽ മൊബൈലിലൊരു പിക്ചർ എടുത്ത് പുറത്ത് പ്രചരിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് അത് അവമതിപ്പ് ഉണ്ടാകും എന്നുള്ള ആ ഒരു മനസ്സ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കാറ്. അതാണ് ഒരു വസ്തുത. അങ്ങനെ ഉണ്ടായിക്കൊടുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഇങ്ങനെയാണ് ഒരു കൗൺസിലർ ഓഫീസിൽ പ്രവർത്തിക്കുന്നുള്ള ഒരു ചിന്ത ജനങ്ങളുടെ പ്രചരി. അത് മാത്രമല്ല, ഞാൻ 2015-20 കാലഘട്ടത്തിൽ പാങ്ങോട് കൗൺസിലറായിരുന്നപ്പോൾ ഞാൻ എൻ്റെ വാർഡിൽ എഴുതാനിരിക്കുക. എൻ്റെ കൺസെപ്റ്റ് ജനങ്ങളോടൊപ്പം ചെന്ന് പുറത്തിറങ്ങി ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർ വിളിക്കുന്ന അവസരം എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്തത് വീട്ടിൽ ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖരുടെ കാഴ്ചപ്പാടായ സേവനം വീട്ടുപടിക്കൽ എന്നുള്ള അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വിട്ടിരുന്നതാണ്. പക്ഷേ മാത്രമല്ല, ഇന്നിപ്പോഴും പുതിയൊരു കൗൺസിലർ വന്നു. അപ്പോൾ എനിക്ക് അന്ന് അസൗകര്യം ഉണ്ടായിരുന്നു, ഞാൻ ആ ഓഫീസ് ഉപയോഗിക്കാറുള്ളൂ. മാത്രമല്ല എം.എൽ.എ. ഓഫീസിനകത്തൂടെ കയറാണ് നമുക്ക് പോകേണ്ടത്. അതിനകത്ത് കണ്ട അറിയാൻ സാധിക്കും. അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ട്, നമ്മൾക്കും ബുദ്ധിമുട്ട്, വരുന്നവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് വളരെ അസൗകര്യം തന്നെയായിരുന്നുള്ള യാഥാർത്ഥ്യമായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാനവിടെ ഇരിക്കാറില്ല. ഹോസ്റ്റലിൽ 4-4.5 വർഷത്തോളം ഞാനവിടെ ഇരിക്കാറ്. പോകുന്നെങ്കിൽ അത്യാവശ്യം ചെയ്യുന്ന എല്ലാ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബൈ ഇലക്ഷനിൽ ശ്രീലേഖ മാഡം, അദ്ദേഹം മുൻ DGP ആണ്, അദ്ദേഹം കൗൺസിലറായി വരികയും അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് വേണമല്ലോ. അപ്പോൾ ഞാനന്ന് മാഡത്തിൻ്റെ സൂചിപ്പിക്കും, മാഡം അവിടെ ഒരു ഓഫീസുണ്ട്, ചെറിയൊരു മുറിയാണ്, സൗകര്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, തന്നെയാണ് എൻ്റെ അവസരം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ബാക്കിയുള്ള മുറികളൊക്കെ ആരും ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് കൗൺസിലർ ഗ്രൗണ്ട് ഫ്ലോർ കൗൺസിലർ ഓഫീസ് മതി ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ എം.എൽ.എ. ആണ് ഇരിക്കുന്നത്. എം.എൽ.എക്ക് അത് തുച്ഛമായ വാടകയ്ക്ക് നഗരസഭ കൊടുത്തിരിക്കുകയാണ്. അത് കൗൺസിലർ ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് എം.എൽ.എ. ആയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്താണ് എന്നുള്ള അദ്ദേഹം മാഡത്തിന് പറയും. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ മാഡത്തിൻ്റെ സൂമല്ല അറിഞ്ഞുകൊണ്ട് ഞാൻ മാഡത്തിനെ വീട്ടിൽ കാണാൻ പോയപ്പോൾ മാഡം ഒരു വശത്ത് അപ്പുറത്ത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇരുന്ന അവസരത്തിൽ മാഡം പറഞ്ഞു, ഞാനൊരു കാര്യം എം.എൽ.എയോട് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം വിളിക്കണ്ട, ചോദിക്കണമെന്നില്ല, അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും മാഡം അപ്പോഴും പറഞ്ഞത് നല്ലൊരു മനസ്സുണ്ട്. ആ മാഡം പറഞ്ഞത് എൻ്റെ സുഹൃത്താണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കും,
ആ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് വലിയ കാര്യമാണ് പ്രശാന്തിനെ. എൻ്റെ മകൻ്റെ കല്യാണത്തിലേക്ക് പൂർണ്ണസമയം വന്നു നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കാം, കേൾക്കുന്നു. ഒരു അല്ലാത്തൊരു ഔദ്യോഗികപരമായിട്ടില്ല, അല്ലാതൊരു ടോക്കാണെന്ന് പറഞ്ഞിട്ട് മേഡം ഫോൺ വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചു, ഹലോ പ്രശാന്ത്, ഞാൻ ശ്രീലേഖയാണ്, കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പ്രശാന്തിന് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ മോൻ്റെ കല്യാണത്തിലേക്ക് പൂർണ്ണസമയം വന്നു നിന്നു. അതുകൊണ്ട് നമ്മൾ വാർഡിലെ വിഷയങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് സംസാരിച്ചൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് പോകണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് മാഡം പറഞ്ഞത്, ഞാൻ ഓഫീസ് അങ്ങോട്ട് മാറുന്നുണ്ട്, എൻ്റെ വീട് ഈശ്വരവില്ല അവിടെയാണ്, അതുകൊണ്ട് ഈ റൂം എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം. അതാണ് മാഡം പറഞ്ഞ വാക്ക്. എനിക്കിന്ന് കിട്ടിയാൽ നന്നായിരുന്നു, കൊള്ളാം, അതിപ്പോഴൊന്നും വേണ്ട, ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ടോക്ക് അവിടെ അവസാനിപ്പിച്ചിട്ട് മാഡത്തിന് അപ്പം ഞാൻ ചോദിച്ചു, എന്ത് മറുപടി പറഞ്ഞ് ഞാൻ മാഡത്തിനോട് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു, അത് എന്നെ ഒഴിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ് മറുപടി പറഞ്ഞു തന്നെ. എന്നെ ഒഴിപ്പിച്ചോളൂ എന്നാണ് മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതായിരുന്നു അവസ്ഥ. ഇതൊന്നും ഇത്രയും വലിയൊരു വാർത്തയായി മാറുന്നത് ഞാനും ചിന്തിച്ചില്ല, മാഡം ചിന്തിച്ചില്ല, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ചിന്തിച്ചില്ല. വലിയൊരു കോൺട്രവേഴ്സിയൊക്കെ മാറ്റിയെടുത്തു. ഇല്ലാത്ത വലിയൊരു വിഷയമായിട്ട് അത് മാറ്റിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് തികച്ചും ഒരു അനാവശ്യമായിരുന്നു. ഇന്ന് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന് ഉത്തരവാദി തികച്ചും MLA തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം അത് മാഡം പറയാത്ത കാര്യങ്ങൾ ഇത്രയും വലിയ ഒരു ചിത്രീകരിച്ച് കൊണ്ടുവരേണ്ട കാര്യം ഇതെല്ലാം സംസാരിച്ച് തീർക്കാനുള്ള വിഷയം. മാഡം ഒരു സുഹൃത്തെന്ന നിലയിലും ഒരു സഹോദരൻ നിലയിലും ഒരു മകൻ്റെ അതേ കൺസെപ്റ്റിലാണ് മാഡം ചോദിച്ചത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് ഈ രീതിയിലാവുമെന്ന് ഒരിക്കലും ശ്രീലേഖ മാഡം പ്രതീക്ഷയാണതിന്. മാത്രമല്ല, ഇപ്പോൾ ശ്രീലേഖ മാഡം ഒരു വനിതാ കൗൺസിലർ ആകുമ്പോൾ എന്നെ പോലെ ഞാൻ എൻ്റെ ഈ കാണുന്ന ആക്റ്റീവ് സ്കൂട്ടറിലുള്ള എൻ്റെ ഓഫീസെല്ലാം അതിനകത്തുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അതിനകത്ത് തന്നെയാണ് എൻ്റെ എല്ലാം. ഓഫീസിൽ ലെറ്റർ ഹെഡുണ്ട്, സീലുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരെ അതിനകത്തുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു വനിതാ കൗൺസിലർ നിലയ്ക്ക് ശ്രീലേഖ മാഡം ആയിക്കൊണ്ട് ഒരു വനിതാ കൗൺസിലറെ സംബന്ധിച്ച് അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ ഓഫീസിൽ ഇരിക്കേണ്ടി വരും, അവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമിൽ ഇരിക്കേണ്ടി വരും. ഈ മാഡത്തെ സംബന്ധിച്ച് വലിയ ചിലപ്പോൾ കുറേ കൂടെ VIP ആൾക്കാർ സന്ദർശിക്കും, മാഡത്തെ കാണാൻ വേണ്ടി സന്ദർശിക്കും. അങ്ങനെ വരുന്ന അവസരത്തിൽ അപ്പോൾ ബാത്റൂമിൽ പോകണം പകരുമ്പോൾ അവർ കയറി കാണുന്ന കാഴ്ച ഇതായിരുന്നു. അത് ആർക്കാ ക്ഷീണം? മാഡത്തിൻ്റെ ക്ഷീണം അല്പമുണ്ടെങ്കിൽ തന്നെ കൂടുതൽ നഗരസഭയ്ക്കാരും ക്ഷീണമുണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാഡം വളരെ സൗഹൃദപരമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധം അനുസരിച്ചാണ് മാഡം ഈ VK പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. ഇത് സത്യമാണ്. പക്ഷേ VK പ്രശാന്ത് പറഞ്ഞത് നഗരസഭയിൽ ഒരു ഭരണം കിട്ടിയത് കൊണ്ട് മറ്റ് ജനപ്രതിനിധികൾക്ക് ഇനി ജീവിക്കാൻ പറ്റില്ലേ എന്ന ചോദ്യമാണ്. അത് VK പ്രശാന്തിൻ്റെ ശൈലിയായിരിക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ശൈലിയൊന്നുമില്ല. എനിക്കും ഇല്ല, മാഡത്തിനും ഉണ്ടാവും തോന്നുന്നില്ല. നമ്മുടെ മറ്റു കൗൺസിലർമാർക്ക് അങ്ങനെ ഉണ്ടാകും. VK പ്രശാന്തിൻ്റെ ഒരു ശൈലി അങ്ങനെ ആയിരിക്കാം. അത് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതായിരിക്കാം. അദ്ദേഹത്തിന് ഓഫീസ് വേണം, ഇല്ലൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് ഓഫീസ് വേണം. അത് പല സ്ഥലങ്ങളും വേറെ ഉണ്ടല്ലോ, സർക്കാരിൻ്റെ ഓഫീസറുണ്ട്, MLA ക്വാർട്ടേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൗൺസിലർക്കും ഇപ്പോഴത്തെ കൗൺസിലർക്ക് അറിയാം ഭയങ്കര ജോലിയാണ്. വലിയ ജോലികളാണ്. പല ആൾക്കാർ കാണാം, രാവിലെ എണീറ്റ് വിളിക്കുന്ന ആദ്യം കൗൺസിലറാണ്. ഒരു ജനം വിളിക്കുന്നത്, അതിന് മറുപടി പറയേണ്ടത്, അതിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഉത്തരവാദിത്തം കൗൺസിലർക്കുണ്ട്. അത് കൃത്യമായി നിർവഹിക്കണമെങ്കിൽ ഒരു ഓഫീസ് വേണം, ഓഫീസിൽ മറ്റ് സൗകര്യങ്ങൾ വേണം. വരുമ്പോൾ അവർക്ക് ഇരിക്കാനും, അല്ലെങ്കിൽ അസോസിയേഷൻകാരൊക്കെ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവർക്ക് വന്നിരിക്കാനുള്ള സ്ഥലമില്ല, അവർക്ക് വന്നിരിക്കാനുള്ള സൗകര്യമില്ല. ഒരു ഇപ്പോൾ 16 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ശാസ്താവിന് വാർഡിൽ തന്നെ. അപ്പോൾ ഇന്ന് MLA പറഞ്ഞതായിട്ട് ഇത് ഒരു ചെറിയൊരു വാർഡിൻ്റെ കൗൺസിലർക്കാണ് ഇത്രയും വലിയ ഓഫീസിൽ നിന്നൊക്കെ ചോദിച്ചെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ കൗൺസിലറാണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും അവരുടെ സമ്മതിക്കാനും അവരുടെ മീറ്റിംഗ് വിളിക്കാനൊക്കെ സൗകര്യങ്ങൾ അവിടെ വേണ്ടേ? ആ ഒരു ഇതിലായിട്ട് വേണം, നിയമപരമായിട്ട് പോകാതെ സൗഹൃദപരമായിട്ട് ചോദിച്ച് മാറണം. ഇന്ന് അത് മാഡം പ്രത്യേകം പറഞ്ഞു, ഇന്നോ നാളെ ഒന്നും വേണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ആലോചിച്ച് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ എന്തായാലും അനാവശ്യ വിവാദമെന്നാണ് BJPയും അതുപോലെ തന്നെ മേയർ അടക്കമുള്ളവരും വിലയിരുത്തുന്നത്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അസൗകര്യങ്ങളുടെ ഒരു നേർസാക്ഷ്യമാണ് ശാസ്തമംഗലത്തെ വാർഡ് കൗൺസിലറുടെ ഓഫീസ്. അവിടേക്ക് ഏതാണ്ട് കയ്യേറിയതുപോലെ MLAയുടെ ഓഫീസ് വരുന്നു. ഈ MLAയുടെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭയുടെ കാലാവധിയൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ കൗൺസിൽ വരുന്ന സാഹചര്യത്തിൽ അത് സ്ഥലം ഒഴിഞ്ഞുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കുന്നത്. ഇതാണ് BJPയുടെ അഭിപ്രായം. ഒരു വലിയ കാര്യമേ അല്ല എന്നാണ് മുൻ കൗൺസിലർ കൂടിയായ മധുസൂദനൻ നായരും പറയുന്നത്.